സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും. അഞ്ജു ജയപ്രകാശുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്. വയനാട് ഒഴികെയുള്ള എല്ലായിടത്തും തിരഞ്ഞെടുപ്പുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചു. എങ്ങനെ പോകുന്നു? തിരക്കുണ്ടോ? സേതു, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശ്രീവരാഹം വാർഡിലാണ്. ഈ വാർഡിൽ 5 ബൂത്തുകളാണുള്ളത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിച്ചു. ആളുകൾ ഇപ്പോൾ വരി നിൽക്കുന്നതായിട്ട് കാണാം. ഈ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്താനുള്ള സമയം. എന്തായാലും വലിയ ത്രികോണ മത്സരം നടക്കുന്ന കോർപ്പറേഷനിലെ വാർഡാണ് ഈ ശ്രീവരാഹം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ തവണ LDFന്റെ വാർഡ്, അതായത് LDF സ്ഥാനാർത്ഥി വിജയിച്ച വാർഡാണ്. ഈ 202 വോട്ടിനാണ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നല്ല മത്സരം തന്നെയാണെന്നാണ് ആളുകൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. ഇത് CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ ഇത്തവണ CPIക്ക് വേണ്ടിയിട്ട് B. ഹരികുമാറാണ് മത്സരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിനു മുമ്പൊക്കെ ഇവിടെ BJP ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവാർഡ് തിരിച്ചു പിടിക്കാനുള്ള വലിയ തരത്തിലുള്ള പ്രചരണമൊക്കെ BJP ഈ വാർഡിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. BJPക്ക് വേണ്ടിയിട്ട് R. മിനിയാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള B. സുരേഷ് കുമാറും വലിയ തരത്തിലുള്ള പ്രചരണത്തിനൊക്കെ വാർഡിലുണ്ടായിരുന്നു. ഇത്തവണ ഈ പ്രധാനമായിട്ടും പ്രചരണമായിട്ടുണ്ടായിരുന്നത് ഈ വാർഡ് വിഭജനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീവരാഹം വാർഡ് ഇനി ഇല്ല എന്നത് തന്നെയാണ് മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ അതിനെ ചൊല്ലിയൊക്കെ വലിയ തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും 5000ഓളം, അതായത് 5832 വോട്ടുകളാണ് ഈ വാർഡിലുള്ളത് പ്രധാനമായിട്ടും. അതിൽ 2966 പുരുഷന്മാരും 2966 സ്ത്രീകളുമാണുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 1-ാം ബൂത്ത് നമ്പറിൽ 5 ബൂത്തുകളാണ് ഈ വാർഡിലുള്ളത്. പിന്നെയുള്ളത് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത് ഒന്ന് കരകുളം പഞ്ചായത്തിലാണ്. അവിടെ 18-ാം വാർഡിൽ തെരഞ്ഞെടുപ്പുള്ളത്. പിന്നെ പൂവച്ചാൽ പഞ്ചായത്തിലെ 5-ാം വാർഡ്, പാങ്ങോട് പഞ്ചായത്തിലെ 1-ാം വാർഡ്, ഇവിടങ്ങളിലൊക്കെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ ആദ്യ പോളിംഗ് രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ആളുകളൊക്കെ വന്ന് പോളിംഗ് ചെയ്ത് മടങ്ങുന്ന സ്ഥിതി തന്നെയാണുള്ളത്. നിലവിൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഈ ബൂത്തിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. ശരി അഞ്ജു, വയനാട് ഒഴികെയുള്ള എല്ലായിടത്തും ഉണ്ട്. 87 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകൾ പറയുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.